CJP നടത്തിയ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട സഭയിൽ ശബ്ദമുഖരിതമായ അന്തരീക്ഷം ആണ് ഇന്നുണ്ടായതെന്ന് നമുക്കറിയാം. നേരത്തെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാതിരുന്നതും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ കണ്ടതാണ്. വിവരങ്ങൾ പി ബസന്ത് നൽകും. ബസന്ത്, എന്താണ് വിവരങ്ങൾ? സഭ 2:30 വരെ നിർത്തിയല്ലേ? സഭ ഇപ്പോൾ 2:30 വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷ ബഹളത്തിനും അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തു നിന്നുള്ള വലിയ പ്രതിഷേധത്തിനും വഴി വെച്ചത്. ഈ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള പെല്ലറ്റ് ഗൺ പ്രയോഗം, വെടിവെപ്പ് തുടങ്ങിയ ലാത്തിച്ചാർജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനെ ഉത്തരവിട്ടത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ വലിയ ബഹളത്തിന് വഴിവെച്ചത്. അതായത് അമിത്ഷാ അല്ലാതെ മറ്റൊരാളും ഇത്തരത്തിലൊരു ഉത്തരവിടില്ല, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിരിക്കും ഇതിന് പിന്നിൽ എന്നുള്ള ആ ആരോപണം തന്നെയാണ് ഇപ്പോൾ വലിയ ബഹളത്തിന് വഴിവെച്ചിരിക്കുന്നത്. ഈ ഉത്തരവിന്റെ പകർപ്പ് കാണിക്കണം, അല്ലാതെ നിരുത്തരവാദപരമായ ആരോപണങ്ങൾ പറ്റില്ല എന്നുള്ള നിലപാടിലേക്ക് സർക്കാരും വന്നു. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇക്കാര്യത്തിൽ ഈ ആരോപണം സാക്ഷ്യപ്പെടുത്താതെ സഭ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാടിലേക്കാണ് വന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സഭ നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. രാഹുൽ ഗാന്ധി ആകട്ടെ യാതൊരു കാരണവശാലും പിന്നോട്ട് പോകില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു, ഇത് ആഭ്യന്തരമന്ത്രിയുടെ തന്നെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ബലപ്രയോഗം ഉണ്ടായത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. മാത്രമല്ല, ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വ്യക്തി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വിദ്യാഭ്യാസ മന്ത്രാലയം നിയന്ത്രിച്ചിരുന്നത് RSS ആണെന്നുള്ള ആരോപണവും ഭരണപക്ഷ ബെഞ്ചുകൾക്ക് പ്രതിഷേധത്തിന് വഴിവെച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വ്യക്തി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഭരിച്ചിരുന്നത് RSSന്റെ പ്രതിനിധിയായ OSP ആയിരുന്നു എന്നുള്ള ആരോപണം, അതും ഭരണ ബെഞ്ചുകളെ എതിർപ്പിന് വഴിവെച്ചിട്ടുണ്ട്. അവർ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രാഹുൽ ഗാന്ധി തന്നെ ഒരു ഘട്ടത്തിൽ തന്നെ സംസാരിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് സീറ്റിലിരിക്കുകയും ചെയ്തു. പിന്നീട് ഉപനേതാവ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നിർദ്ദേശപ്രകാരം BJP ബെഞ്ചുകൾ നിശബ്ദമായതിനെ തുടർന്നാണ് പിന്നീട് വീണ്ടും രാഹുൽ ഗാന്ധി സംസാരിച്ചു തുടങ്ങിയത്. അപ്പോഴാണ് അതീവ ഗുരുതരമായ ആരോപണം അദ്ദേഹം ഉന്നയിച്ചത്. ആഭ്യന്തരമന്ത്രിയാണ് ഈ ഉത്തരവിട്ടത് എന്നുള്ളത്. ഇന്ന് 12:30 മണിക്ക് തുടങ്ങിയ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇതുവരെ പൂർത്തിയായിട്ടുമില്ല. ശരി, ബസന്താണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി സഭയിൽ ആഞ്ഞടിക്കുകയായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. സഭ തൽക്കാലത്തേക്ക് 2:30 വരെ നിർത്തിയിട്ടുണ്ട്. വെടിവെക്കാൻ അമിത്ഷാ ഉത്തരവിടുകയായിരുന്നു എന്ന ആരോപണം വളരെ രൂക്ഷമായാണ് അതിനോട് കിരൺ റിജിജു പ്രതികരിച്ചത്. അങ്ങനെയെങ്കിൽ അമിത്ഷാ നൽകിയ ഉത്തരവിൻ്റെ പകർപ്പ് ഹാജരാക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്.